ഹായ്, വീണ്ടും ഒരു വീഡിയോയുമായി ഞാൻ വന്നിരിക്കുകയാണ്. ഇന്നത്തെ വിശേഷങ്ങൾ എന്തൊക്കെയാണ്? വിശേഷങ്ങൾ പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല, ചെറിയ ചെറിയ വിശേഷങ്ങൾ മാത്രമാണ്. ഇപ്പോൾ ഉച്ച സമയമായി, ചോറൊക്കെ വെച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു വീഡിയോ ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചു. അങ്ങനെ വീഡിയോ എടുക്കുകയാണ്. പണിയൊക്കെ കഴിഞ്ഞു, ചോറൊക്കെ വേവിച്ച് കഴിഞ്ഞു. പിന്നെ വേറെ ഇങ്ങനെ തുണി കഴുകിയിട്ടേക്കണതേ ഉള്ളൂ, കഴുകാനായിട്ട് പോകണേ ഉള്ളൂ. ഒരു വീഡിയോ എടുത്താലോ എന്ന് വിചാരിച്ചു. മഴ ചനിച്ചന് നിൽക്കുന്നത് കൊണ്ട് തുണി നനയാനും വയ്യ. പനി പിടിച്ചാലോ അത് പണിയായില്ലേ. അതുകൊണ്ട് പിന്നെ മഴയത്ത് നനയ്ക്കണ്ട വിചാരിച്ചു. പാതി വഴിയിട്ടിട്ട് ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളെന്ന് പറഞ്ഞാൽ, കുട്ടികൾ സ്കൂളിൽ പോയി. ഏട്ടനും പുറത്ത് പോയിരിക്കുകയാണ്. ഏട്ടൻ വണ്ടിയോടം പോയി, അച്ഛൻ പുറത്ത് പോയിരിക്കുകയാണ്. പിന്നെ ഇന്നലെ വരെ അമ്മ ഉണ്ടായിരുന്നു, ഒരു മാസമായിട്ട് അമ്മ ഉണ്ടായിരുന്നു. അമ്മയും വീട്ടിൽ പോയി, ഇന്ന് കൊല്ലത്ത് പോയി. അപ്പോൾ ഞാൻ മാത്രമാണ് ഇപ്പോൾ ഉള്ളത്. ഇനി സ്കൂൾ വിട്ട് വരുന്നത് വരെ ഞാൻ ഒറ്റയ്ക്കാണ്. പിന്നെ ഏട്ടനും അച്ഛനും വരും. ആ സമയം വരെ ഉച്ച കഴിയുമ്പോഴേക്ക് അവർ എത്തും. ഒറ്റയ്ക്കായപ്പോൾ ഇത്ര സമയമുള്ളതുകൊണ്ട് ഒരു ആൾ ഉണ്ടായിരുന്നു കൂടെ. അതുവരെ ഇപ്പോൾ ഒറ്റയ്ക്ക് ഇരിക്കുന്നത് ഏറ്റവും വലിയൊരു വിഷമമാണ്. ഒറ്റയ്ക്ക് ഇരിക്കുന്നത് അതെനിക്ക് വല്ലാത്തൊരു വിഷമമാണ്, ഒറ്റയ്ക്കുള്ള ഇരിപ്പ്. അപ്പോൾ വീട്ടിലെ പണികളൊക്കെ ഒന്ന് ഒതുങ്ങിയിട്ട് ഒരു വീഡിയോ ഇടാമെന്ന് വിചാരിച്ചു. നിങ്ങൾക്ക് എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? സുഖമായിരിക്കണോ എല്ലാവരും? നിങ്ങൾക്ക് സുഖം, കുഴപ്പമൊന്നുമില്ല. പിന്നെ ഞങ്ങൾ ഞായറാഴ്ച പഴനിക്ക് പോയായിരുന്നു. നല്ല തിരക്കായിരുന്നു കേട്ടോ ഞായറാഴ്ച. പഴനിക്കൊക്കെ പോയിട്ട് ട്രെയിനൊക്കെ ഞങ്ങൾ വീട്ടിൽ നിന്ന് കാറിലാണ് പോയത്. കൊല്ലംകോട് കൊണ്ടിട്ട് അവിടുന്ന് ട്രെയിനിൽ പോയി. ട്രെയിനിൽ പോയിട്ട് പഴനി ചെന്നു. നല്ല തിരക്കുണ്ടായിരുന്നു. ഏട്ടനും കുട്ടികളും മുട്ടയടിച്ച്, ഞാനും മുടിയുടെ തുമ്പൊക്കെ ഒന്ന് വെട്ടി കഴിഞ്ഞ് കുളിച്ച് ഞങ്ങൾ പഴനി മല കയറാനായിട്ട് പോയി. അപ്പോഴേക്കും അച്ഛനൊക്കെ നടക്കാൻ പറ്റില്ല എന്ന് വിചാരിച്ചിട്ട് ട്രെയിനിൽ പോകാമല്ലോ എന്ന് വിചാരിച്ച് ചെന്നപ്പോഴേക്കും ഭയങ്കര നല്ല തിരക്ക്. എന്താ തിരക്ക്! 2 മണിക്കൂറായാലും 4 മണിക്കൂറായാലും ട്രെയിനിൽ കയറാനുള്ള ആൾ തീരത്തില്ല. അപ്പോൾ പിന്നെ നടന്ന് ആനപ്പുറം ആനപ്പടിയുടെ അതിലേ കൂടെയാണ് ഞങ്ങൾ കയറിപ്പോയത്. അതിലേ കയറിപ്പോയി. തിരിച്ചും അതുവരെ കുഴപ്പമില്ല, ഇറങ്ങി വന്നത്. പകുതി വന്നപ്പോൾ മഴയുണ്ടായിരുന്നു. അതൊക്കെ മഴയൊക്കെ കഴിഞ്ഞ് താഴെ എത്തിയിട്ട് ഉച്ച 2 മണിയൊക്കെ ആയി. പിന്നെ ഇറങ്ങി താഴെ വന്ന് കടയിൽ നിന്ന് ചോറൊക്കെ കഴിച്ച് അത് കഴിഞ്ഞ് നമ്മൾ പിന്നെ റെയിൽവേ സ്റ്റേഷനിൽ വന്ന് കുറച്ച് സമയം അവിടെയൊക്കെ ഇരുന്ന് എന്നിട്ടാണ് തിരുവനന്തപുരത്ത് നിന്ന് വരുന്ന ട്രെയിനാണ്. നമ്മുടെ ട്രെയിനിൽ തിരിച്ച് വരാമെന്ന് വെച്ചപ്പോൾ തിരുവനന്തപുരം തൊട്ടുള്ള ആൾക്കാർ നല്ല തിരക്ക്. ഒരു ട്രെയിനിൽ കയറാനുള്ള തിരക്ക് തന്നെ അവിടെ തന്നെ ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ തിരുവനന്തപുരത്ത് നിന്ന് വന്ന 6:45 7 മണിയൊക്കെ ആയപ്പോൾ ആ ട്രെയിനാണ് തിരിച്ച് വന്ന് കൊല്ലംകോട് ഇറങ്ങി. പിന്നെ ഞങ്ങൾ ഇവിടെ വന്ന് ഭക്ഷണമൊക്കെ കഴിച്ചിട്ടാണ് വരുന്നത്. യാത്രയൊക്കെ കുഴപ്പമൊന്നുമില്ല, നല്ല സുഖമായ യാത്രയായിരുന്നു. ക്ഷീണം അങ്ങനെയൊന്നുമില്ല. കാലിലും പടിയേറിയ കാലൊക്കെ വേദനയൊക്കെ ഉണ്ടാവുമെന്ന് വിചാരിച്ചു. പക്ഷേ കുഴപ്പമൊന്നുമില്ലാതെ ഒന്ന് ഇരിക്കണു, കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ മൂത്താവതിയെന്ന് വെച്ചാൽ അമ്മ പോയി. കുറച്ച് ദിവസം അങ്ങനെ ഒരു ഇത് ഒറ്റയ്ക്കുള്ളതൊന്നും. മറ്റേ അടുക്കളയിലൊക്കെ അമ്മ ചോറ് വയ്ക്കുമ്പോൾ ഒരാളുണ്ടായിരുന്നു കൂടെ. അമ്മ വയ്ക്കുമ്പോൾ ഞാൻ വെറുതെ നിൽക്കുകയൊക്കെ ചെയ്യാം, ഒരാളുണ്ടായിരുന്നു. ഇപ്പോൾ എല്ലാം പണി ചെയ്യുന്നതുകൊണ്ടുള്ളൊരു മടിയൊന്നും അല്ല കേട്ടോ. ഒറ്റയ്ക്കായപ്പോൾ ഏറ്റവും വലിയൊരു വിഷമം അതാണ്, ഒറ്റയ്ക്കെന്നുള്ളൊരു വിഷമം അതാണ്. ഞങ്ങളുടെ കോവലൊക്കെ പൂത്ത് കേട്ടോ, പൂവൊക്കെ ഇട്ട് ഇരിക്കുന്നുണ്ടോ? കോവൽ പൂത്ത് പൂവൊക്കെ ഇട്ട് നിൽക്കുന്നുണ്ട്. അതെ, തുണി പാതി കഴുകി വെച്ചിരിക്കുന്നു, കഴുകിക്കൊണ്ടിരിക്കുന്നു. അപ്പോഴാണ് വീഡിയോസ് എടുക്കാമല്ലോ എന്ന് വിചാരിച്ചത്. കോവലൊക്കെ ആയി വരുന്നുണ്ട്. പിന്നെ ഇന്നലെ ഉച്ചയ്ക്കുള്ള ഊണൊക്കെ കഴിക്കാനായില്ലേ? അപ്പോൾ ഇന്നത്തെ നിങ്ങൾക്കൊക്കെ എന്താണ് ഉച്ചയ്ക്ക് ഊണ് കഴിക്കാൻ? ഞാനിന്ന് വെച്ചിരിക്കുന്നത് എന്തൊക്കെയാണെന്ന് കാണിച്ചു തരാം കേട്ടോ. ചോറ്, പാവയ്ക്ക വിഴുക്ക്. പിന്നെ എന്താണ് ഇതെന്ത് സംഭവം എന്ന് വെച്ചാൽ, വൻപയറും കായ, മത്തങ്ങ, ഉരുളൻകിഴങ്ങ് ഇതെല്ലാം കൂടെ ഇട്ട് ഒരു കറിയാണ് വെച്ചിരിക്കുന്നത്. രസം, പിന്നെ ബീറ്റ്റൂട്ട് വിഴുക്ക്. ഇതാണ് ഇന്നത്തെ കറികൾ ഞാൻ വെച്ചിരിക്കുന്നത്. പിന്നെ അമ്മ പൊടിച്ച് തന്ന ഇടിച്ചമ്മന്തി ഉണ്ട് കേട്ടോ, അതും കറികളുണ്ട്. അപ്പോൾ പിന്നെ വേറെ വിശേഷങ്ങളൊന്നുമില്ല, ഇതൊക്കെ തന്നെയാണ് ഞങ്ങളുടെ വിശേഷങ്ങൾ.
ഞങ്ങളുടെ വീഡിയോസൊക്കെ ഞങ്ങളുടെ ഈ ചെറിയ കുടുംബത്തിൻ്റെ വീഡിയോസൊക്കെ കാണാൻ ഇഷ്ടപ്പെടുന്നവരുണ്ടോ? ഇഷ്ടപ്പെട്ട് ഞങ്ങൾക്ക് ലൈക്കും കമൻസും ഒക്കെ ചെയ്യുക. ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ട് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഞങ്ങൾ വീണ്ടും ഒരു വീഡിയോ, അത് എന്തെങ്കിലുമൊക്കെ തെറ്റുകളൊക്കെ ഉണ്ട് ഞങ്ങളുടെ വീഡിയോസിന്, കറക്റ്റായി ശരിയായി വരാത്തതുകൊണ്ട് അതിൻ്റെയൊക്കെ ഒരു ഇതുണ്ട്. ഒരു എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നൊക്കെ ഒരു ഇതുണ്ട്. അതുകൊണ്ട് അതിൻ്റെയൊക്കെ തെറ്റുകുട്ടികളൊക്കെ ക്ഷമിച്ച് പുറത്ത് ഞങ്ങളുടെ വീഡിയോസുകളൊക്കെ കാണുക, ഞങ്ങളെ സപ്പോർട്ട് ചെയ്ത് കൊണ്ടുപോവുക, ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. ഇതൊക്കെയുള്ളൂ പറയാം. ഇനിയൊരു വീഡിയോസുമായി വരാം ഞങ്ങൾ. അതുവരേക്കും ബായ്. എല്ലാവരും ചോറ് കഴിക്കാൻ പായോ കേട്ടോ. ഞാൻ കഴിച്ചിട്ടില്ല, കഴിക്കാൻ റെഡിയാക്കി വെച്ചതേ ഉള്ളൂ. സമയമായില്ല, 12 മണി കഴിഞ്ഞതല്ലേ ഉള്ളൂ. അപ്പോൾ വേറെ ഒന്നുമില്ല, ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക, ഞങ്ങളെ വീഡിയോസുകൾ കാണുക. അത് കൂടുതൽ അത് തന്നെ പറയാനുള്ളത്. അപ്പോൾ ബൈ ബൈ.